നമസ്കാരം, ഇത് IBN മലയാളം. കഴിഞ്ഞ ആഴ്ച പഞ്ചാബിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളുടെ വാർത്തകളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. പഞ്ചാബ് കണ്ട ഏറ്റവും വലിയ ആൾക്കൂട്ടമായിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. പഞ്ചാബ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമായോ? സിഖ് മതസ്ഥരുടെ കേന്ദ്രമായ പഞ്ചാബിൽ എങ്ങനെ ക്രിസ്ത്യൻ വിശ്വാസം ഇത്രയ്ക്ക് വേരുപിടിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. സത്യത്തിൽ പഞ്ചാബ് ഒരു സാമ്പിൾ മാത്രമാണ്. നിലവിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം ഇന്ത്യയിലെ ക്രിസ്ത്യൻ വിശ്വാസികളുടെ എണ്ണം 3.22 കോടി മാത്രമാണ്. അതായത് ജനസംഖ്യയുടെ 2.38%. പക്ഷേ യഥാർത്ഥ കണക്ക് വളരെ വലുതാണ്. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ദളിത് പിന്നോക്ക ഹിന്ദുക്കൾക്ക് അവർ ഹിന്ദു മതത്തിലുള്ളപ്പോൾ ലഭിച്ചിരുന്ന സംവരണവും മറ്റും ആനുകൂല്യങ്ങളും തുടർന്നും ലഭിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു വിജ്ഞാപനം വന്നാൽ ഒറ്റയടിക്ക് ഇന്ത്യയിലെ ക്രിസ്ത്യൻ വിശ്വാസികളുടെ എണ്ണം ഔദ്യോഗികമായി തന്നെ ഏതാണ്ട് 10 കോടിക്കും 12 കോടിക്കും ഇടയിൽ വരുമെന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണെന്ന് തോന്നാമെങ്കിലും അതാണ് യാഥാർത്ഥ്യം. തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ ആദിവാസി മേഖലകളിലും ജമ്മു മേഖലയിലും അതിവേഗത്തിലാണ് ക്രിസ്ത്യൻ വിശ്വാസം വളരുന്നത്. ഈ അസാധാരണ വളർച്ചയ്ക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരിനുൾപ്പെടെ പങ്കുണ്ട് എന്നത് വ്യക്തമാണ്. രാജ്യസുരക്ഷയാണ് ഇതിൽ പ്രധാനം. ഖാലിസ്ഥാൻ നക്സലിസം, കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം, പ്രാദേശികവാദം, ഇസ്ലാമിക ഭീകരത തുടങ്ങിയവയ്ക്കെതിരെ കേന്ദ്ര ഏജൻസികൾ ഇതിനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. ഇത് BJP സർക്കാർ തുടങ്ങിവെച്ചതല്ല. പഞ്ചാബിന്റെ കാര്യമെടുത്താൽ ഖാലിസ്ഥാൻ ഭീകരതയെ ഒടുക്കാൻ 1990കളിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണിത്. സിഖ് മതത്തെക്കുറിച്ചും സിഖുകാരുടെ മത തീവ്രതയെക്കുറിച്ചും അറിവുള്ളവർക്കറിയാം സിഖ് തീവ്രവാദം എത്രത്തോളം ഭീകരമാണ് എന്നത്. ഖാലിസ്ഥാൻ പോലുള്ള തീവ്രവാദി സംഘടനകളെ അടിച്ചമർത്തുക എന്നത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയെ തന്നെ നഷ്ടപ്പെട്ടു. ഇന്ത്യൻ സൈന്യത്തിൽ സിഖുകാരുടെ എണ്ണം വളരെ വലുതാണ്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഇവിടങ്ങളിൽ എല്ലാം ശക്തമായ സിഖ് സാന്നിധ്യമുണ്ട്. കാനഡയിലൊക്കെ ഭരണത്തിൽ വരെ അവർ പങ്കാളികളാണ്. ഖാലിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുക്കുന്ന ചെറിയ നടപടികൾ പോലും ഇന്ത്യക്കകത്തും പുറത്തും വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കും. എടുത്തു പറയേണ്ട കാര്യം, ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തുന്നത് ഭൂരിഭാഗവും പ്രൊട്ടസ്റ്റന്റ് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളാണ്. വലിയ രീതിയിൽ വിദേശ ഫണ്ട് ലഭിക്കുന്നുമുണ്ട്. അമേരിക്കയിലെ ഏതാണ്ട് 50% ജനങ്ങളും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളാണ്. ഇപ്പോൾ കാര്യങ്ങൾ പിടികിട്ടിക്കാണും. ഖാലിസ്ഥാൻ ഭീകര നേതാക്കളെല്ലാം ഒളിവിൽ കഴിയുന്നത് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും. അവർ പഞ്ചാബ് കേന്ദ്രമാക്കി സ്വതന്ത്ര ഖാലിസ്ഥാൻ രാജ്യം രൂപീകരിക്കാൻ, അതായത് സിഖ് രാഷ്ട്രം രൂപീകരിക്കാൻ പ്രവർത്തിക്കുന്നു. അതേസമയം പഞ്ചാബിൽ സിഖ് വിഭാഗം കൂട്ടത്തോടെ അമേരിക്കൻ ജനത പിന്തുടരുന്നു. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് മതം മാറുന്നു. ഇവിടെ നേട്ടമാർക്കാണെന്ന് പറയണ്ടല്ലോ. ഖാലിസ്ഥാൻ ഭീകരതയെ ഒരു രൂപം മുടക്കാതെ, ഒരു ബുള്ളറ്റ് പോലും ഉപയോഗിക്കാതെ ഇന്ത്യ ഉന്മൂലനം ചെയ്യുന്നു. ഇതേ തന്ത്രം തന്നെയാണ് നക്സൽ മേഖലയിലും നടപ്പാക്കി വിജയിച്ചത്. മേൽപ്പറഞ്ഞത് അതിൻ്റെ പോസിറ്റീവ് വശം. മുൻ സർക്കാരുകൾ തുടങ്ങിവെച്ചത് തന്നെയാണ് BJP സർക്കാരും ഇക്കാര്യത്തിൽ പിന്തുടർന്നത്. പഞ്ചാബിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കർഷക കലാപം എന്ന് പറഞ്ഞ് ഡൽഹിയിൽ കലാപമുണ്ടാക്കാൻ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ശ്രമിച്ചതോടെ കേന്ദ്ര ഏജൻസികൾ നല്ല രീതിയിൽ കളിച്ചു. കർഷക സമരം എന്നൊക്കെ പറഞ്ഞിറങ്ങിയവന്മാർ തിരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയതോടെയും ആരുടെയും പിന്തുണ ഇല്ല എന്ന് മനസ്സിലാക്കിയതോടെയും ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കൂ, ഞങ്ങൾ എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ പുറകെ നടന്നു. കാരണം ഇപ്പോൾ സമരം ചെയ്യാൻ ആളില്ല. പക്ഷേ ഇത് രാഷ്ട്രീയമായി ഭാവിയിൽ BJPക്ക് ദോഷം ചെയ്യും. അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൽകാൻ പോകുന്ന പ്രധാന വാഗ്ദാനം ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഹിന്ദുക്കൾക്ക് മുൻപ് ലഭിച്ചുകൊണ്ടിരുന്ന സംവരണവും മറ്റ് ആനുകൂല്യങ്ങളും തുടർന്ന് നൽകും എന്നതായിരിക്കും. അങ്ങനെ വന്നാൽ അതിന് പിന്തുണയുമായി വിദേശ ഫണ്ടുകൾ ഒഴുകും. അതിനെ ചെറുക്കാൻ BJPക്ക് കഴിയുമോ? ബംഗ്ലാദേശിലെ മതഭീകര ഭരണകൂടത്തെ തകർക്കാൻ ഇന്ത്യ മ്യാൻമാറിലെ അരാഗൻ ആർമിയെ സഹായിക്കുന്നു. ബംഗ്ലാദേശിനെ സൃഷ്ടിക്കാൻ അറിയാമെങ്കിൽ നശിപ്പിക്കാനും ഇന്ത്യക്ക് അറിയാം. അത് ആവേശം നൽകുന്ന വാർത്ത തന്നെയാണ്. പാകിസ്ഥാനും താലിബാനും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഇന്ത്യ താലിബാനെ സഹായിക്കുന്നു എന്നത് മറ്റൊരു പരസ്യമായ രഹസ്യം. അതും വളരെ നല്ലത്.
പക്ഷെ ഖാലിസ്ഥാൻ തീവ്രവാദത്തെ ഒതുക്കാൻ ഇപ്പോൾ ചെയ്യുന്ന നീക്കം രാജ്യത്തിന് ഗുണകരമാണെങ്കിലും BJPക്ക് അത് ദോഷം ചെയ്യുമെന്നുറപ്പ്. കാരണം ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനം പഞ്ചാബിൽ മാത്രം നിൽക്കില്ല. ജമ്മു, ഹരിയാന, ഹിമാചൽ ബെൽറ്റിലേക്ക് കൂടി അത് അതിവേഗം വ്യാപിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നിനും ഒരു ഉറപ്പില്ല. ഏത് കൊലകൊമ്പനെയും നിസ്സാരമായി വീഴ്ത്തും. അമിത ആത്മവിശ്വാസം വിനയായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കണ്ടതാണ്. അടുത്ത പൊതു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കോൺഗ്രസ് അങ്ങനെ ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചാൽ എങ്ങനെയാകും BJP അതിനെ പ്രതിരോധിക്കുക എന്നത് ചോദ്യചിഹ്നമാണ്. അതോ സർജിക്കൽ സ്ട്രൈക്ക് പോലെ BJP തന്നെ ഇങ്ങനൊരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുമോ? നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.